പനക്കരച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിസന്ധികളിൽ തളരുന്ന ജീവിതങ്ങൾക്ക് സ്വാന്തനമായി പനക്കരച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുന്നു. പ്രിയ ജോർജ് അച്ഛ, എൻ്റെ പേര് രാജേഷ്. എൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ അച്ഛൻ്റെ മാർഗനിർദ്ദേശവും പിന്തുണയും തേടി ഒരു ഭാരമുള്ള മനസ്സോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞാൻ മദ്യത്തിൻ്റെ പിടിയിലകപ്പെട്ടു. എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി എനിക്ക് തോന്നുന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടുതൽ വ്യക്തമാണ്. ഭാര്യ എൻ്റെ മക്കളെയും കൊണ്ട് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസം 3 ഇപ്പോൾ ഞാൻ മദ്യപാനം കുറച്ചു, എന്നാലും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടും അവൾ തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് എൻ്റെ ഭാര്യയും മക്കളുമൊത്ത് നല്ല കുടുംബജീവിതം നയിക്കണമെന്നുണ്ട് അച്ഛൻ. എനിക്ക് പൂർണ്ണമായും മദ്യപാനം നിർത്തണം. മദ്യാസക്തിയുടെ ചങ്ങലകളിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? അതിൻ്റെ പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള ശക്തി എങ്ങനെ കണ്ടെത്താം? എൻ്റെ കുടുംബത്തിനുള്ളിലെ വിശ്വാസവും സ്നേഹവും എങ്ങനെ പുനർനിർമ്മിക്കാം? തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ അച്ഛൻ്റെ ഉപദേശം തേടുന്നു. രാജേഷ്. അപ്പോൾ രാജേഷിനോട് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മദ്യപാനവും കുടുംബജീവിതവും ഒരുമിച്ച് പോവുകയില്ല. മദ്യപിക്കുന്ന വഴി ഒരു വ്യക്തി തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. 2, രാജേഷിൻ്റെ ഭാര്യ മനസ്സിലാക്കിയിട്ടുണ്ട് ലഹരി വഴി അനേകം കുടുംബങ്ങൾ നശിച്ച് തരിപ്പണമായി തീർന്നത്. അങ്ങനെയൊരു സ്ഥിതി എൻ്റെ കുടുംബത്തിനും സംഭവിക്കുമോ എന്ന പേടി മൂലം രാജേഷിനോട് വഴക്കിടാനോ ഒന്നും അവൾ ശക്തയല്ല. പിന്നെ അവൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു പ്രതിഷേധമാണ് നേരെ വീട്ടിലേക്ക് മടങ്ങുക എന്നത്. അതാണിപ്പോൾ ഭാര്യ ചെയ്തിരിക്കുന്നത്. പക്ഷേ രാജേഷ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ മദ്യപാനം മൂലം ഭാര്യയും 2 കുഞ്ഞുങ്ങളും തനിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടും അതിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ച മദ്യപാനം ഉപേക്ഷിക്കുവാൻ രാജേഷിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാജേഷ് പറയുന്നത് ഞാൻ മദ്യം കുറച്ചു എന്നാണ്. അച്ഛൻ പറഞ്ഞത് മദ്യപാനവും കുടുംബവും ഒരുമിച്ച് പോകില്ല. മാത്രമല്ല മദ്യപാനി സ്വയം കേന്ദ്രീകൃതനാകുന്നു എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ഞാൻ അതിനെ ഒന്ന് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തി സ്വകാര്യ സന്തോഷം അനുഭവിക്കുന്നത് പൈശാചികമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഭാര്യയ്ക്ക് കൂടി പങ്കുവയ്ക്കാത്ത ഒരു സന്തോഷം അനുഭവിക്കാൻ പാടില്ല എന്ന്. ആ പൈശാചികതയാണ് യഥാർത്ഥത്തിൽ ഞാൻ സ്വകാര്യമായിട്ട് കുറച്ച് പൈസ എടുത്ത് 2 പെഗ് കുടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് അച്ഛനെ യോജിക്കാൻ പറ്റുന്ന. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഇവിടെയാണ് കുടുംബം തകർന്നു പോകുന്നത് എന്നാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിവിടെ രാജേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാര്യയും കുഞ്ഞുങ്ങളും തൻ്റെ ഭവനത്തിലേക്ക് പോയിട്ട് പോലും മദ്യമാണ് അവരെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പോലും ഈ മദ്യപാനം നിർത്തണില്ല. മദ്യപാനം നിർത്താൻ രാജേഷിനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അതുപോലെ ലഹരി രാജേഷിനെ അടിമയാക്കിയിരിക്കുകയാണ്. രാജേഷ് മദ്യം കഴിക്കുന്നു എന്നതിനേക്കാൾ കുറച്ചും കൂടെ വ്യക്തമായി മദ്യം രാജേഷിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് സത്യം. ഇത് രാജേഷ് അക്സെപ്റ്റ് ചെയ്യുക, എന്നെ മദ്യം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് രാജേഷ് ഈ ഉപേക്ഷിക്കാൻ സാധിക്കാത്ത വണ്ണം മദ്യത്തിൻ്റെ അടിമയായി തീർന്നത്? സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ
ലഹരി കഴിക്കുന്നത് വഴി വലിയ ക്വാണ്ടിറ്റിയിലാണ് ഡോപ്പാമിൻ എന്ന് പറയുന്ന പ്ലഷർ കെമിക്കൽ തലച്ചോറിലേക്ക് വരുന്നത്. അത് വലിയ അളവിൽ തലച്ചോറിലേക്ക് വരുന്നത് കൊണ്ട് മദ്യം കഴിക്കുന്നതിൽ കുറഞ്ഞുള്ള ഒരു കാര്യത്തിലും പ്ലഷർ തോന്നാത്ത ഒരവസ്ഥ മദ്യപാനിക്കുണ്ടാകുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതുമൂലമുണ്ടാകുന്ന കെമിക്കല് തലച്ചോറിൽ വന്നാൽ പിന്നെ കുട്ടികൾ കളിത്തമാശയോ അങ്ങനത്തെ ഒരു കാര്യവും മനുഷ്യന് സന്തോഷം തരില്ല എന്ന്. ഇല്ല. രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കുന്നു, മക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഇതെല്ലാം ഒരു കാലത്ത് പ്ലഷർ ഉണ്ടാക്കിയിരുന്ന കാര്യമാണ്. പക്ഷേ അതിനേക്കാളും പ്ലഷറായി മദ്യം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ജോലി കഴിഞ്ഞ് രാജേഷ് വീട്ടിലേക്ക് വരുന്നത് മദ്യം കഴിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ രാജേഷിന് വേറെ പ്ലഷറൊന്നും ആവശ്യമില്ല. അതാണ് രാജേഷിൻ്റെ പ്ലഷർ. അപ്പോൾ ഈ ഒരു സീരിയസ്നെസ് രാജേഷ് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ അഡിക്ഷൻ രാജേഷിൽ വന്ന് ചേർന്നിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിരസത, ശാരീരികമായ ക്ഷീണം, കഠിനമായ അധ്വാനം, സമയം പോകുന്നില്ല എന്ന ചിന്ത, ഇന്ന് വേണ്ടിടത്തോളം ഓട്ടം കിട്ടിയില്ല എന്ന അവസ്ഥ, കാരണം വരുമാനം കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ ആ ഉണ്ടായ ഡിസ്പ്ലഷർ അത് ഉന്മൂലനം ചെയ്യാനായിട്ട് ഉടനെ തന്നെ എളുപ്പവഴിയായിട്ട് പോയി ലഹരി കഴിക്കുക എന്നതാണ് രാജേഷ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് ബോധപൂർവം അല്ല എങ്കിൽ പോലും ബോഡി അതിനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ എന്തൊക്കെ വിരസതയുണ്ടെങ്കിലും അല്പം പോയി അടിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ അതാത് ദിവസത്തെ ഉത്കണ്ഠകൾ അതാത് ദിവസം ഉണ്ടാവും. ആ ഉത്കണ്ഠകളെ എങ്ങനെ മറികടക്കാനുള്ള ഏറ്റവും വില കുറഞ്ഞ മാർഗമായിട്ട് ഈ മദ്യത്തിനെ കാണുകയാണെന്ന്. അതാണ് പല ആളുകളും ഉപയോഗിക്കുന്നത്. അതായത് ക്ഷീണം വന്നാലും വിരസത വന്നാലും പൈസ കിട്ടിയില്ലെങ്കിലും ദുഃഖം വന്നാലും അതൊക്കെ ആ ഒരു അസ്വസ്ഥതകളെല്ലാം എങ്ങനെ മറികടക്കാൻ പറ്റും കൈകാര്യം ചെയ്യുന്നത് മദ്യം കഴിച്ചാണ്. അപ്പോൾ ഈ ഒരു ട്രാക്കിലേക്കാണ് ഇപ്പോൾ രാജേഷ് എന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ രാജേഷ് മനസ്സിലാക്കേണ്ടത് ഇതിനതീതമായ ഒരു സന്തോഷത്തിലേക്ക് രാജേഷിന് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ മാത്രമേ മദ്യപാനത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ രാജേഷ് പറയണത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ്, പക്ഷെ പറ്റുന്നില്ല എന്ന്. എഫേസുസുകളുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. അപ്പോൾ വലിയ മദ്യം തരുന്നതിനേക്കാൾ വലിയ സന്തോഷം തരുന്ന ഒരു സാന്നിധ്യം പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് രാജേഷ് എടുക്കുന്ന ഒരു സാധാരണ തീരുമാനത്തിനൊന്നും രാജേഷിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. രാജേഷ് ദൈവമാകെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്ന് പൂർണ്ണമായി തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ തയ്യാറാകണം. ഇപ്പോൾ ഞാൻ രാജേഷിനോട് ചോദിക്കുകയാണ്, രാജേഷ് എന്തിനാണ് മദ്യം നിർത്തണമെന്ന് പറയുന്നത്? അപ്പോൾ രാജേഷ് പറയും, എൻ്റെ ഭാര്യയും പിള്ളേരും വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഭാര്യയും പിള്ളേരും വന്നാലോ? ഈ ഭാര്യയും പിള്ളേരും ഒരല്പം സ്നേഹത്തിൻ്റെ അതിന് കുറവ് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ രാജേഷിന് കൂടി തോന്നും, ഞാനെന്തിനാ ഇവർക്ക് വേണ്ടി മദ്യം ഉപേക്ഷിക്കുന്നു, ഉടനെ പോയി മദ്യം കഴിക്കും. ഇനി ഒരു പക്ഷേ രാജേഷ് പറയുകയാണ്, എൻ്റെ പൈസ മദ്യം മൂലം നഷ്ടപ്പെടുന്നു,
എന്ന് പറഞ്ഞാൽ രാജേഷ് പറയുകയാണ് എനിക്കൊന്ന് കുറച്ച് കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പം. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാരണവും മദ്യം ഉപേക്ഷിക്കുവാൻ രാജേഷിനെ പ്രേരിപ്പിക്കുന്നില്ല. അതായത് ഇത്തരം ലക്ഷ്യങ്ങൾക്കൊന്നിനും പറ്റില്ല. മദ്യം ഉപേക്ഷിക്കാനായിട്ട് പ്രേരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ കർത്താവ് നാഥനുമായി സ്വീകരിക്കുക അല്ലാതെ അത് സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ എഫേസസ് 5:18 നമ്മൾ വായിച്ചതുപോലെ ഇതാ ഒരു ഉന്നതമായ ലഹരി, ആത്മാവിൻ്റെ ലഹരി ഉള്ളിലേക്ക് വരും. അത് തരുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. അപ്പം അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ ഇപ്പോൾ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മദ്യം നിലനിൽക്കണം. ആ മദ്യം അവിടെ നിന്ന് ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി മാറ്റുന്നു, പിന്നെ അവിടെ ശൂന്യമായിട്ട് കിടന്നാൽ ആ ലക്ഷ്യത്തിൽ വല്ല പ്രശ്നം വന്നാൽ വീണ്ടും ഇതിലേക്ക് മദ്യം തന്നെ കയറി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിന് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഉണ്ടാവണം. അതെ. പിന്നെയുള്ളൊരു കാര്യം, അങ്ങനെ യേശുവിനെ കർത്താവ് നാഥനുമായി സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ, അതായത് താൻ ഡ്രൈവിങ് നടത്തി കുടുംബം പുലർത്തുന്നു എന്നൊക്കെ ഉള്ളതിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകാൻ തുടങ്ങും ചെയ്യുന്ന ജോലിയിൽ. 1 കൊറിന്ത്യർ 10:30 വായിക്കുന്നുണ്ട്, നീ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്തു തന്നെ ചെയ്താലും ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക. അങ്ങനെ ദൈവമഹത്വത്തെ പ്രതി എല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ജോലി തരുന്ന ഒരു സന്തോഷത്തിനേക്കാൾ അപ്പുറത്ത് ഒരു ദൈവികമായ സന്തോഷവും ആനന്ദവും ലഭിക്കും. ആ ദൈവികമായ ആനന്ദവും സന്തോഷവും അനുഭവിക്കുന്ന ആൾക്ക് പിന്നെ മദ്യത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദൈവമഹത്വത്തെ പ്രതി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാത്ത ആളുകളൊക്കെ ജോലി ചെയ്ത് തളരുകയും പിന്നെ അതിന് ക്ഷീണം മാറ്റാനെന്നുള്ള വ്യാജേന ലഹരിയുടെ അടിമയായി തീരുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ചെയ്യുന്ന ജോലിയിൽ നിന്ന് ആനന്ദം കിട്ടുന്നില്ല. ആ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ആനന്ദം കിട്ടണമെങ്കിൽ അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അച്ഛൻ പറയുന്നത്. അതെ, കാരണം അത് ഓട്ടോറിക്ഷ ഓടിക്കുകയാണെങ്കിലും കോളേജ് അധ്യാപകനാണെങ്കിലും ഡോക്ടറാണെങ്കിലും എല്ലാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ചിലപ്പോൾ വിജയം അനുഭവിക്കാൻ പറ്റും. ഒരു വിജയം കിട്ടിയാൽ ഉടനെ നമുക്ക് ആ വിജയം അനുഭവിക്കാം. പക്ഷേ ആ വിജയം താൽക്കാലികമാണ്, അപ്പുറത്ത് പരാജയം വരും. വിജയം താൽക്കാലികമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ജോലി ചെയ്തു, ഒരാഴ്ച ജോലി ചെയ്തു, അല്ലെങ്കിൽ ഒരു മാസം ജോലി ചെയ്തു, ശമ്പളം കിട്ടി. ശമ്പളം 10 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് എടുത്ത് തീർന്നു പോയത്. അപ്പം ആ കിട്ടിയ സന്തോഷം അതുവഴി പോയി. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് നിത്യമായ സന്തോഷവും സമാധാനവും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ദൈവമഹത്വത്തെ പ്രതി ചെയ്യുമ്പോൾ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരൻ എന്ന് നമുക്ക് തോന്നണം. അതെ, അതുകൊണ്ട് ബൈബിള് ഉടനീളം നമ്മളെ ഉപദേശിക്കുന്നുണ്ട്, നീ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്തു തന്നെ ചെയ്താലും ദൈവമഹത്വത്തെ പ്രതി ചെയ്ത് മാത്രമേ മനുഷ്യന് ഈ ഭൂമിയിൽ സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ജോലി തന്നെ അവനെ മദ്യത്തിലേക്ക് നയിക്കും. അപ്പോൾ അതുകൊണ്ട് രാജേഷിനോട് പറയുവാനുള്ളത്, രാജേഷ് ജീവിതം മുഴുവനും ക്രിസ്തുവിൽ നവീകരിക്കുവാനായിട്ട് തയ്യാറാകണം. ഇനി യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് തയ്യാറാകണം. ഭാര്യയ്ക്കും പിള്ളേർക്കും വേണ്ടി ഞാൻ മദ്യം ഉപേക്ഷിച്ചേക്കാം എന്നൊക്കെ തീരുമാനിച്ചാൽ വീണ്ടും അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു നീരസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ലഹരിയുടെ അടിമയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ദൈവമഹത്വത്തെ പ്രതി എല്ലാം ചെയ്യാൻ തീരുമാനിക്കുക, യേശു ക്രിസ്തുവിൽ ജീവിതത്തെ നവീകരിക്കുക, ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാനായിട്ട് തയ്യാറാകുക. പ്രത്യേകിച്ച് ഡ്രൈവിങ്ങും മറ്റുമൊക്കെ നടത്തുന്ന ഒരാളായതുകൊണ്ട് എങ്ങനെയെങ്ങാനും വല്ല ചെറിയ ലഹരിയൊക്കെ കഴിച്ചിട്ട് ഓടിക്കാൻ ഇറങ്ങിയാൽ 1 പോലീസ് പിടിക്കും, 2 വലിയ പിഴ വരും, ചിലപ്പോൾ ലൈസൻസ് തന്നെ പോയെന്ന് വരും. അതിനേക്കാൾ വലിയ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ലഹരിക്ക് അടിമയായിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ തന്നെ അങ്ങനെയാണെന്ന്. അതെ, മദ്യം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ
ഭാര്യയും പിള്ളേരും ഒക്കെ പോയത് ദൈവം തന്ന ഒരു അടയാളമായി കണ്ട് എന്നെ ദൈവം ഒരു സാധാരണ ഉള്ള ഒരു ആത്മീയതയിൽ നിന്ന് ഒരു ഉയർന്ന ആത്മീയ ജീവിതത്തിലേക്ക് ദൈവം എന്നെ വിളിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, ഞാൻ ക്രിസ്തുവിന് സാക്ഷിയായി തന്നെ മാറണം, അതിനുള്ള വിളി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഈ ഒരു ചെറിയ ഒരു വേദന തന്ന് ഒരു പ്രതിസന്ധി അനുവദിച്ചിട്ട് ആ പ്രതിസന്ധിയിലൂടെ ഒരു പൂർണ്ണമായ നവീകരണം വരുത്തുവാനായിട്ട് രാജേഷിനെ ക്ഷണിക്കുകയാണ്. രാജേഷ് മനസ്സിലാക്കണം, രാജേഷിൻ്റെ മദ്യപാനം എന്ന് പറയുന്നത് വെറും ഒരു പീഡ മാത്രമല്ല. കാരണം രാജേഷിന് അത് ഉപേക്ഷിക്കാൻ സാധിക്കാത്തവണ്ണം, കുറയ്ക്കാനേ പറ്റുന്നുള്ളൂ, അത് ഉപേക്ഷിക്കാൻ സാധിക്കാത്തവണ്ണം ആഴത്തിൽ രാജേഷിന് വേരൂന്നിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗൗരവം തിരിച്ചറിഞ്ഞിട്ട് രാജേഷ് മൊത്തം ജീവിതത്തെ പരിശോധിച്ച് ഒരു നവീകരണ ധ്യാനത്തിൽ പോയി പങ്കെടുത്ത് നല്ലൊരു എടുക്കുകയാണെങ്കിൽ രാജേഷിന് ലഹരി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കും. പൂർണ്ണമായ ലഹരി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭാര്യയും പിള്ളേരും തിരിച്ചു വരും, അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അവരെന്നേക്കുമായി ഉപേക്ഷിച്ച് പോയതുമല്ല. അപ്പോൾ ഇനി എനിക്ക് രാജേഷിനോട് പറയാനുള്ളത്, രാജേഷ് പോയി ഒരു നവീകരണ ധ്യാനം പങ്കെടുക്കുക. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് പരിശുദ്ധാത്മാവ് പൂർണ്ണ സൗഖ്യം തരും. ദൈവികമായ സന്തോഷം രാജേഷിൻ്റെ ഉള്ളിലുണ്ടാകും. അത് കഴിഞ്ഞിട്ട് രാജേഷ് ഭാര്യയും പിള്ളേരെയും ഒരു ധ്യാനത്തിലേക്ക് ക്ഷണിക്കുക. അവളും വന്ന് ധ്യാനം കൂടും. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടി ശക്തമായി തീരും. കുടുംബം മുഴുവനും നവീകരിക്കപ്പെടുവാനായിട്ട് ഈ സംഭവങ്ങളെല്ലാം കാരണമായി തീരും. ഒരു പുതിയ സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു, ഇതുവരെ അനുഭവിക്കാതെ. അതെ, ഇതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മദ്യപാനത്തെ ഉള്ളിൽ ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ, ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിച്ചാൽ ആ വ്യക്തിക്ക് ഒരു കാലത്തും മദ്യം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കുടിയേ ഉള്ളൂ എന്നൊക്കെയുള്ള, ഞാൻ പഴയതുപോലെ കഴിക്കുന്നില്ല, ഇത്തരം ന്യായീകരണങ്ങളൊന്നും അതെല്ലാം മദ്യപാനത്തെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെ തടയാണെന്ന്. പല മദ്യപാനികളും പറയുവേ, ഞാൻ ഇച്ചിരി കഴിക്കുന്നുള്ളൂ, കുടുംബം നോക്കുന്നുണ്ട്, പണം ഒത്തിരി നഷ്ടപ്പെടുത്തി കളയുന്നില്ല, അത് അല്പം മാത്രമേ കഴിക്കുന്നുള്ളൂ, പിന്നെ എനിക്ക് വേണമെങ്കിൽ നിർത്താവുന്നതാണ്, എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്നില്ല. ഇതൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെയാണ് പിന്നീട് പക്ക വലിയ കുടിയന്മാരായി കുടുംബം മുഴുവൻ തകർന്നു പോകുന്നത്. ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിൻ്റെ കത്തിലുണ്ട്. ഞാനിപ്പോൾ പഴയ പോലെ കുടിക്കുന്നില്ല, കുറവേ കുടിക്കുന്നുള്ളൂ എന്ന്. ആദ്യം തന്നെ അച്ഛൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് ഇതാണ്: മദ്യപാനം ഒരു പൈശാചികമാണ്. അതിൻ്റെ പ്രധാന കാരണം അച്ഛൻ ചൂണ്ടിക്കാണിച്ചു തന്നു. കാരണം മദ്യപാനത്തിൽ ഒരു വ്യക്തി അവൻ്റെ തന്നെ ഒരു സ്വകാര്യ സുഖത്തിലേക്ക് പോവുകയാണ്. കുടുംബത്തിൽ ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ സന്തോഷങ്ങളില്ല, അവിടെ മൊത്തമായിട്ടുള്ള സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും കാരണത്താലാകാം ഈ സ്വകാര്യ സന്തോഷത്തിലേക്ക് വന്നത്. അത് കുടുംബത്തെ പൈശാചികമായി തകർത്ത് കളയുമെന്നാണ് അച്ഛൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. ഇനി അച്ഛൻ ചോദിക്കുന്നത്, ഈ മദ്യപാനം എങ്ങനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റും, അതിൻ്റെ തടസ്സം എന്താണ്? ഇതാണല്ലോ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതിന് അച്ഛൻ ആദ്യം, ഇപ്പോൾ അവസാനം അച്ഛൻ ചൂണ്ടിക്കാണിച്ചു, ന്യായീകരണം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനിപ്പോൾ കുറച്ചേ കുടിക്കുന്നുള്ളൂ, ഞാൻ വല്ലപ്പോഴേ കുടിക്കുന്നുള്ളൂ, ഞാൻ കുടിക്കുന്നത് കൊണ്ട് കുടുംബത്തിന് ദോഷമൊന്നുമില്ല, ഞാൻ സാമ്പത്തിക നഷ്ടം വരുത്തുന്നില്ല, ഭാര്യയെയും മക്കളെയും എന്നിട്ടും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ന്യായീകരണം എന്തെങ്കിലും ഒരെണ്ണം ഹൃദയത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായും മദ്യപാനം നിർത്തുക എന്നത് സാധ്യമല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, മദ്യപാനം നിർത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്?
ഇപ്പൊ രാജേഷിന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും വീട്ടിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ കുറച്ചിരിക്കുന്നത് ഇനി ഒരു പക്ഷെ ഉപേക്ഷിച്ചേക്കാം. ഭാര്യയും മക്കളും വീട്ടിൽ വരാനാണ് ഇത് ഉപേക്ഷിക്കുന്നതെങ്കിൽ അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയാണ്, അവർ വീട്ടിൽ വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ വീണ്ടും ഈ മദ്യപാനത്തിലേക്ക് പോകും. പണം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് മദ്യപാനം നിർത്തുന്നതെങ്കിൽ പണം കിട്ടാൻ തുടങ്ങുമ്പോൾ വീണ്ടും മദ്യപാനം തുടങ്ങും. ഈ മദ്യപാനത്തിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രീയ വശം അച്ഛൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. മദ്യപാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് കൃത്രിമമായി നമ്മുടെ ബ്രെയിനിൽ സന്തോഷം ഉൽപ്പാദിപ്പിക്കും. കൃത്രിമമായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ പോലും നമ്മുടെ സ്വാഭാവിക കഴിവുകൾ ഇല്ലാതാകുമെന്നാണ് ശാസ്ത്രം പറയണത്. അപ്പം കൃത്രിമമായി സുഖം സൃഷ്ടിച്ചാൽ പിന്നെ നമുക്ക് ദൈവം തന്നിട്ടുള്ള സ്വാഭാവിക സുഖം എവിടെയാണ്? മക്കളുടെ സന്തോഷം, അവരുടെ വിജയം, ഭാര്യയുടെ സന്തോഷം, നമ്മുടെ ബന്ധം, ഇതിലൊക്കെ സന്തോഷം കണ്ടെത്താനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് പിന്നെയും നമ്മളെ മദ്യത്തിൻ്റെ അടിമയാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ അടിമയാക്കി തീർക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വിശുദ്ധ പൗലോസിൻ്റെ ഒരു വചനം അച്ഛൻ നമുക്ക് നിർദ്ദേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മദ്യാസക്തരാകരുത്, വീഞ്ഞു കുടിച്ച് മദ്യത്തിൻ്റെ ആസക്തിയിൽ സന്തോഷിക്കരുത്, അതിന് പകരം പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുക. അപ്പം ജീവിതത്തിൽ ദൈവം തരുന്ന ആനന്ദം സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് രാജേഷ് സ്വീകരിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? ചെയ്യുന്നതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ചെറിയ ജോലിയാണോ അതോ ദൈവം ഏൽപ്പിച്ച ജോലിയാണോ? അപ്പോൾ ദൈവമഹത്വത്തിനായി ചെയ്യണമെങ്കിൽ രാജേഷ് യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായൊരു ജീവിതത്തിലേക്ക് വരണം. അത് ആത്മീയമായ ജീവിതമാണ്. അതിനൊരു ധ്യാനം കൂടാനാണ് അച്ഛൻ രാജേഷിനെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ രാജേഷ് മാറുമ്പോൾ സ്വാഭാവികമായും മദ്യപാനം നിർത്തും, കുടുംബത്തിൻ്റെ സന്തോഷം വീണ്ടും കിട്ടും എന്ന അച്ഛന് നിർദ്ദേശം. അച്ഛാ, നമുക്ക് രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, രാജേഷിനെ പോലെ ലഹരിക്ക് അടിപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങളെയും, രാജേഷിൻ്റെ കുടുംബം പോലെ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു കഴിയുന്ന കുടുംബങ്ങളെയും, ലഹരി മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ദൈവമഹത്വനായി ജീവിക്കുവാൻ അങ്ങ് എല്ലാവരെയും പ്രാപ്തരാക്കണമേ, പരിശീലിപ്പിക്കണമേ. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും അവിടത്തേക്ക് ഉണ്ടാകട്ടെ. ദൈവാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എല്ലാ ലഹരിക്കാരും യേശുവിലേക്ക് തിരിച്ചു വരട്ടെ. മഹത്വവും സ്തുതിയും സ്തോത്രവും അവിടത്തേക്ക് സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ മറുപടി നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.